Welcome back to Mind Magnet. Enjoy the real Ayurvedic beauty tips. Thank you. ദിവസവും രാവിലെ നമ്മൾ കണ്ണാടിയിൽ നോക്കാറുണ്ട് അല്ലേ? എന്താണ് നമ്മൾ അവിടെ തിരയുന്നത്? ഒരു പുതിയ മുഖക്കുരു വന്നോ? കണ്ണിന് താഴെ കറുപ്പ് പടർന്നോ? അതോ പ്രായം കൂടുന്നതിന്റെ വല്ല ലക്ഷണവും മുഖത്ത് തെളിഞ്ഞോ? ഈ ചെറിയ പാടുകൾ കാണുമ്പോഴേക്കും നമ്മുടെ സമാധാനം പോകുന്നു. ഉടനെ നമ്മൾ ഓടുന്നത് മെഡിക്കൽ ഷോപ്പിലേക്കോ വിലകൂടിയ ക്രീമുകൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിലേക്കോ ആണ്. ഈ ക്രീം പുരട്ടൂ, 7 ദിവസം കൊണ്ട് വെളുക്കാം. ഈ ലോഷൻ ഉപയോഗിക്കൂ, ചുളിവുകൾ മായ്ക്കാം. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പുറമേ പൂശുന്ന ക്രീമുകൾക്ക് സത്യത്തിൽ നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ കഴിയുമോ? നിങ്ങളുടെ വീടിന്റെ ചുവരിൽ നനവ്, ഡാംപ്നെസ് വന്ന് പെയിന്റ് ഇളകുന്നു എന്ന് കരുതുക. നിങ്ങളതിനു മുകളിൽ വീണ്ടും പെയിന്റ് അടിച്ചാൽ എന്തു സംഭവിക്കും? കുറച്ചു ദിവസത്തേക്ക് അത് ഭംഗിയായിരിക്കും. പക്ഷേ ഉള്ളിലെ നനവ് ഉണങ്ങിയില്ലെങ്കിൽ പെയിന്റ് വീണ്ടും ഇളകും. നമ്മുടെ ചർമ്മവും ഇതുപോലെയാണ്. ഇന്ന് നമ്മൾ തുറക്കാൻ പോകുന്നത് സൗന്ദര്യത്തിന്റെ 5000 വർഷം പഴക്കമുള്ള ഒരു രഹസ്യപ്പൂട്ടാണ്. കെമിക്കലുകളുടെ ലോകത്തുനിന്ന് പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഒരു യാത്ര. ഡോക്ടർ മുകേഷ് അഗർവാൾ എഴുതിയ ആയുർവേദിക് കോസ്മെറ്റോളജി, ദ സയൻസ് ഓഫ് ബ്യൂട്ടി എന്ന അത്ഭുതകരമായ പുസ്തകത്തെ ആസ്പദമാക്കി യഥാർത്ഥ സൗന്ദര്യം എന്താണെന്നും അതെങ്ങനെ സ്വന്തമാക്കാമെന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതൊരു മേക്കപ്പ് ക്ലാസ്സല്ല, ഇത് നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ള ക്ലാസ്സാണ്. സ്വാഗതം മൈൻഡ് മാഗ്നറ്റിലേക്ക്. എന്താണ് സൗന്ദര്യം? ഇന്നത്തെ ലോകത്ത് സൗന്ദര്യമെന്നാൽ വെളുത്ത നിറം മാത്രമായി ചുരുങ്ങിപ്പോയി. പക്ഷേ ആയുർവേദം പറയുന്നത് മറ്റൊന്നാണ്. ഡോക്ടർ മുകേഷ് അഗർവാൾ തന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആയുർവേദത്തിൽ ബ്യൂട്ടി എന്നത് വെറും തൊലിയുടെ നിറമല്ല, അത് 3 തലങ്ങളിലായി പരന്നു കിടക്കുന്ന ഒന്നാണ്. 1. രൂപം, പുറമേ കാണുന്ന തിളക്കമുള്ള ചർമ്മവും മുടിയും. 2. ഗുണം, നിങ്ങളുടെ സ്വഭാവത്തിലെ നന്മയും മനസ്സിലെ സന്തോഷവും. 3. വയസ്ത്യാഗം, പ്രായത്തെ തോൽപ്പിക്കുന്ന ചുറുചുറുക്ക്. ഇത് 3ഉം ചേരുമ്പോഴേ ഒരാൾ സുന്ദരനാകുന്നുള്ളൂ. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. മനോഹരമായ ഒരാപ്പിൾ പുറമേ കാണാൻ നല്ല ചുവന്ന് തുടുത്തിരിക്കുന്നു. പക്ഷേ അത് കടിച്ചു നോക്കുമ്പോൾ ഉള്ളിൽ പുഴുവാണെങ്കിലോ? ആ ഭംഗിക്ക് വല്ല അർത്ഥവുമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് നമ്മളും. ഉള്ളിൽ ദഹനക്കേടും മനസ്സിൽ ടെൻഷനും ശരീരത്തിൽ വിഷാംശങ്ങളും നിറച്ചുവെച്ചിട്ട് പുറത്തെത്ര വില കൂടിയ ഫൗണ്ടേഷൻ ഇട്ടാലും ആ സൗന്ദര്യം നിലനിൽക്കില്ല. ആയുർവേദ കോസ്മെറ്റോളജി എന്നത് കോസ്മെറ്റിക്സ് അല്ല, അതൊരു ചികിത്സയാണ്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നി, ഡൈജസ്റ്റീവ് ഫയർ ശരിയായി ജ്വലിക്കുമ്പോൾ അത് നിങ്ങളുടെ ചർമ്മത്തിൽ ഒരു സ്വർണ്ണപ്രഭയായി പ്രതിഫലിക്കും. ഇതിനെയാണ് ആയുർവേദം ഓജസ് എന്ന് വിളിക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും സന്തോഷിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള ഒരാളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും അവരുടെ മുഖത്തൊരു വെളിച്ചമുണ്ടാകും. അതാണ് ഓജസ്. അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഈ പുസ്തകത്തിൽ ഡോക്ടർ അഗർവാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്. എല്ലാവർക്കും ഒരേ മരുന്നു ഫലിക്കില്ല. നമ്മൾ ടിവിയിൽ കാണുന്ന പരസ്യം വിശ്വസിച്ച് കൂട്ടുകാരി ഉപയോഗിച്ച ക്രീം വാങ്ങി ഉപയോഗിക്കും. അവൾക്കത് ഗുണം ചെയ്യും, പക്ഷെ നിങ്ങളുടെ മുഖത്ത് കുരുക്കൾ വരും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ രണ്ടുപേരും 2 പ്രകൃതക്കാരാണ്. ആയുർവേദമനുസരിച്ച് നമ്മുടെ സൗന്ദര്യം നിശ്ചയിക്കുന്നത് ത്രിദോഷങ്ങളാണ്: വാതം, പിത്തം, കഫം. ഇത് വെറും പേരുകളല്ല, നിങ്ങളുടെ ചർമ്മത്തിന്റെ സ്വഭാവം തീരുമാനിക്കുന്നത് ഇവയാണ്. ഒന്ന് ചിന്തിക്കൂ, ചിലരുടെ ചർമ്മം എപ്പോഴും വരണ്ടതായിരിക്കും, ഡ്രൈ സ്കിൻ. എത്ര എണ്ണ തേച്ചാലും ഉണങ്ങിയിരിക്കും. ഇതാണ് വാതപ്രകൃതി. ഇവർക്ക് പെട്ടെന്ന് ചുളിവുകൾ വരാം. കാറ്റിൽ ഉണങ്ങിയ ഇല പോലെയാണ് ഇവരുടെ ചർമ്മം. ഇനി വേറെ ചിലരുണ്ട്. വെയിലത്തിറങ്ങിയാൽ ഉടനെ മുഖം ചുവക്കും. മുഖക്കുരു പെട്ടെന്ന് വരും. ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. ഇതാണ് പിത്തപ്രകൃതി. ഇവരുടെ ഉള്ളിൽ അഗ്നി കൂടുതലാണ്. 3ാമത്തെ കൂട്ടർ നല്ല മൃദുവായ എണ്ണമയമുള്ള ചർമ്മമുള്ളവരാണ്. ഇതാണ് കഫപ്രകൃതി. ഇവർക്ക് പ്രായം തോന്നിക്കുന്നത് കുറവായിരിക്കും, പക്ഷേ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞ് പ്രശ്നങ്ങൾ വരാം. ഡോക്ടർ മുകേഷ് അഗർവാൾ ചോദിക്കുന്നു, നിങ്ങളുടെ പ്രകൃതി ഏതാണെന്നറിയാതെ നിങ്ങൾ എന്തിനാണ് കണ്ണിൽ കണ്ടതെല്ലാം മുഖത്ത് തേയ്ക്കുന്നത്? ഒരു പിത്തപ്രകൃതിയുള്ള ഒരാൾ, ചൂട് കൂടുതലുള്ള ഒരാൾ, ചൂട് കൂട്ടുന്ന പപ്പായയോ രൂക്ഷമായ സ്ക്രബ്ബുകളോ ഉപയോഗിച്ചാൽ മുഖം നശിക്കും. അവർക്ക് വേണ്ടത് തണുപ്പ് നൽകുന്ന ചന്ദനമോ കറ്റാർ വാഴയോ ആണ്. നേരെ തിരിച്ച് കഫപ്രകൃതിയുള്ളവർക്ക് ചന്ദനം ചിലപ്പോൾ ഗുണം ചെയ്യില്ല. അവർക്ക് വേണ്ടത് ഉണർവ് നൽകുന്ന മഞ്ഞളോ വേക്കോ ആണ്. കണ്ടോ, ഇതാണ് സയൻസ്. വെറുതെ എന്തെങ്കിലും പുരട്ടലല്ല,
മറിച്ച് നിങ്ങളുടെ ശരീരത്തോട് സംസാരിച്ച് അതിനു വേണ്ടത് നൽകലാണ് ആയുർവേദം. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാതെ ബ്യൂട്ടി പാർലറുകളിൽ പോയി പണം കളയുന്നത് ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളം കോരുന്നതുപോലെയാണ്. നമ്മുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന ഒരു വില്ലനുണ്ട്. അവനെ ആയുർവേദം വിളിക്കുന്ന പേരാണ് ആമം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന വിഷാംശങ്ങൾ. നിങ്ങൾ കഴിക്കുന്ന പിസ്സ, ബർഗർ, അമിതമായ മധുരം, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ ഇവയെല്ലാം ശരിയായി ദഹിച്ചില്ലെങ്കിൽ അവ വയറ്റിൽ കിടന്ന് അഴുകി വിഷമായി മാറും. ഈ വിഷം രക്തത്തിലൂടെ സഞ്ചരിച്ച് അവസാനം എവിടെയെത്തും? നിങ്ങളുടെ ചർമ്മത്തിൽ. മുഖക്കുരുവായും കറുത്ത പാടുകളായും അലർജിയായും പുറത്തുവരുന്നത് ഈ ആമമാണ്. ഡോക്ടർ അഗർവാൾ പറയുന്നു, സ്കിൻ ഈസ് ദ മിറർ ഓഫ് യുവർ ഗട്ട്. നിങ്ങളുടെ വയറിന്റെ കണ്ണാടിയാണ് ചർമ്മം. വയർ ശുദ്ധമല്ലെങ്കിൽ മുഖമൊരിക്കലും തിളങ്ങില്ല. നമ്മൾ പലപ്പോഴും മുഖത്തെ പാടുമാറ്റാൻ ക്രീം തേക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്താണ്? വയർ ശുദ്ധമാക്കുകയാണ് വേണ്ടത്. ഒരു കഥ പറയാം. ഒരു രാജാവ് തന്റെ കൊട്ടാരം വൃത്തിയാക്കാൻ 100 ജോലിക്കാരെ നിർത്തി. അവർ രാവും പകലും തുടച്ചു വൃത്തിയാക്കി. പക്ഷെ പിറ്റേന്ന് നോക്കുമ്പോൾ വീണ്ടും പൊടി. രാജാവ് ദേഷ്യപ്പെട്ടു. അവസാനം ഒരു വൃദ്ധൻ വന്നു പറഞ്ഞു, പ്രഭു, ജനലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് കാറ്റിൽ പൊടി വന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യം ജനലുകൾ അടയ്ക്കൂ, എന്നിട്ട് വൃത്തിയാക്കൂ. നമ്മുടെ കാര്യവും ഇതാണ്. വായ എന്ന ജനലിലൂടെ നമ്മൾ വേണ്ടാത്ത ഭക്ഷണങ്ങൾ അകത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മുഖം ക്ലീൻ ചെയ്യാൻ പാടുപെടുന്നു. സൗന്ദര്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ പടി വില കൂടിയ ഫേസ് വാഷ് വാങ്ങലല്ല, മറിച്ച് നാളെ മുതൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാറ്റം വരുത്തലാണ്. വെള്ളം കുടിക്കുക, ഫലങ്ങൾ കഴിക്കുക, ആമത്തെ പുറത്താക്കുക. അപ്പോൾ കാണാം നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചം. നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറുണ്ടെന്ന് കരുതുക. ഒരു ഫെറാറിയോ ലാംബോർഗിനിയോ. നിങ്ങളത് മാസങ്ങളോളം സ്റ്റാർട്ട് ചെയ്യാതെ പൊടി പിടിച്ച് ഗ്യാരേജിലിട്ടാൽ എന്ത് സംഭവിക്കും? അതിന്റെ എഞ്ചിൻ കേടാകും, ബാറ്ററി ഡൗൺ ആകും. നമ്മുടെ ശരീരവും ആ സൂപ്പർ കാർ പോലെയാണ്. അതിനെ കൃത്യസമയത്ത് ഉണർത്തുകയും പരിപാലിക്കുകയും വേണം. ഇതിനെയാണ് ആയുർവേദം ദിനചര്യ എന്ന് വിളിക്കുന്നത്. ഡോക്ടർ മുകേഷ് അഗർവാൾ തന്റെ പുസ്തകത്തിൽ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനമായി പറയുന്നത് ക്രീമുകളെയല്ല, മറിച്ച് ഈ ദിനചര്യയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ചർമ്മത്തിന് നൽകുന്ന തിളക്കം വേറെ ഒരു ഹൈലൈറ്ററിനും നൽകാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നോ? ആ സമയത്തുള്ള വായുവിൽ ഓക്സിജൻ ഏറ്റവും കൂടുതലായിരിക്കും. അത് ശ്വസിക്കുന്നത് വഴി നിങ്ങളുടെ രക്തം ശുദ്ധിയാകുന്നു. ശുദ്ധമായ രക്തമെന്നാൽ തിളങ്ങുന്ന ചർമ്മമെന്നാണ് അർത്ഥം. ഇനി എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്താണ്? ഫോൺ നോക്കലല്ല. മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക. കണ്ണുകളിൽ വെള്ളം തളിക്കുക. രാത്രി മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകളിലും വായിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനാണിത്. ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ വയറിനെ കുളിർപ്പിക്കും. വയർ തണുത്താൽ മുഖത്തെ ചൂട് കുറയും, മുഖക്കുരു വരില്ല. ഇതൊന്നും വലിയ ചിലവുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇത് ദിവസവും ചെയ്യുന്നതുവഴി നിങ്ങൾ ശരീരത്തോട് പറയുന്നതിതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ശരീരം സൗന്ദര്യമായി നിങ്ങൾക്ക് തിരിച്ചുതരും. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറയുമായിരുന്നു, എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ ശരീരത്തിന് ബലമുണ്ടാകില്ല എന്ന്. നമ്മളതെല്ലാം പുച്ഛിച്ചു തള്ളി. നമ്മൾ സോപ്പുകളുടെയും ബോഡി വാഷുകളുടെയും പുറകെ പോയി. എന്നാൽ ആയുർവേദ കോസ്മെറ്റോളജിയിലെ ഏറ്റവും വലിയ ചികിത്സ അഭ്യംഗം അഥവാ എണ്ണ തേച്ചുള്ള കുളിയാണ്. നിങ്ങളുടെ ചർമ്മം ഒരു തുകൽ ലെതർ പോലെയാണ്. ഒരു ലെതർ ബാഗ് എണ്ണയൊന്നും പുരട്ടാതെ വെയിലത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? അത് വരണ്ടുപോകും, വിള്ളലുകൾ വീഴും, പെട്ടെന്ന് കീറിപ്പോകും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അതിൽ പോളിഷ് ഇട്ടാലോ അത് വർഷങ്ങളോളം പുതുപുത്തനായിരിക്കും. ഇതുതന്നെയാണ് നമ്മുടെ ചർമ്മത്തിനും വേണ്ടത്. ഡോക്ടർ അഗർവാൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ ചർമ്മത്തിൽ പുരട്ടരുത്. കാരണം ചർമ്മം അത് വലിച്ചെടുത്ത് രക്തത്തിൽ കലർത്തുന്നുണ്ട്. അതുകൊണ്ട് കെമിക്കൽ ലോഷനുകൾക്ക് പകരം പ്രകൃതിദത്തമായ എണ്ണകൾ ഉപയോഗിക്കൂ. പക്ഷെ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ഒരേ എണ്ണയല്ല വേണ്ടത്. ഓർമ്മയില്ലേ ത്രിദോഷങ്ങൾ? നിങ്ങൾ വാതപ്രകൃതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എള്ളെണ്ണയാണ്. അത് ശരീരത്തിന് ചൂടും നനവും നൽകും. നിങ്ങൾ പിത്തപ്രകൃതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് വെളിച്ചെണ്ണയോ ചന്ദനാദി തൈലമോ ആണ്. അത് ശരീരത്തെ തണുപ്പിക്കും. നിങ്ങൾ കഫപ്രകൃതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണ കുറച്ചു മതി, അല്ലെങ്കിൽ ഉണങ്ങിയ പൊടി കൊണ്ടുള്ള മസാജാണ് നല്ലത്. കുളിക്കുന്നതിന് 20 മിനിറ്റ് മുൻപ് ശരീരം മുഴുവൻ എണ്ണ തേച്ച് പിടിപ്പിക്കുക. ഇത് നിങ്ങളുടെ ചർമ്മത്തിലെ ചുളിവുകളെ തടയും. പ്രായം 40 ആയാലും 25ന്റെ ചെറുപ്പം തോന്നിപ്പിക്കാൻ അഭ്യംഗത്തിന് കഴിയും. ഇതൊരാഡംബരമല്ല, ഇതൊരാവശ്യമാണ്. സൗന്ദര്യത്തിനു വേണ്ടി നമ്മൾ ആയിരക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല ബ്യൂട്ടി പാർലർ എവിടെയാണെന്നറിയാമോ? അത് നിങ്ങളുടെ വീട്ടിലെ അടുക്കളയാണ്.
ഡോക്ടർ മുകേഷ് അഗർവാളിന്റെ പുസ്തകത്തിൽ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളെ മാന്ത്രിക മരുന്നുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട 3 താരങ്ങളെ പരിചയപ്പെടാം. 1. മഞ്ഞൾ, ട്യൂമറിക്, ദ ഗോൾഡൻ ഗോഡസ്. ഇതൊരു അത്ഭുതമാണ്. ആന്റിബയോട്ടിക്കാണ്, ആന്റിസെപ്റ്റിക്കാണ്. മുഖത്തെ അനാവശ്യ രോമങ്ങൾ കളയാനും നിറം വർദ്ധിപ്പിക്കാനും മുഖക്കുരു മാറ്റാനും മഞ്ഞളിന് കഴിയും. പച്ചപ്പാൽ മഞ്ഞളിൽ ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് 1000 രൂപയുടെ ഫേഷ്യലിനേക്കാൾ ഗുണം ചെയ്യും. 2. കുങ്കുമപ്പൂവ്, സാഫ്രൺ, ദ റോയൽ സ്പൈസ്. ആയുർവേദത്തിലെ സ്വർണമാണ് കുങ്കുമപ്പൂവ്. കുങ്കുമാതി തൈലം എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രാത്രി കിടക്കുന്നതിനു മുൻപ് വെറും 2 തുള്ളി കുങ്കുമാതി തൈലം മുഖത്ത് പുരട്ടി മസാജ് ചെയ്താൽ കറുത്ത പാടുകളും കണ്ണിന് താഴെയുള്ള കറുപ്പും മാറും. ഇത് രാജകീയമായ ഒരു തിളക്കം നൽകുന്നു. 3. കറ്റാർവാഴ, അലോവേര, ദ യൂത്ത് കീപ്പർ. സംസ്കൃതത്തിൽ ഇതിന് കുമാരി എന്നാണ് പേര്. അതായത് എപ്പോഴും ചെറുപ്പമായി, യുവതിയായി ഇരിക്കുന്നവൾ. നിങ്ങളുടെ മുഖത്തെ ജലാംശം നിലനിർത്താൻ ഇതിലും നല്ലൊരു മരുന്നില്ല. വെയിലത്ത് പോയി കരുവാളിച്ചാൽ അല്പം കറ്റാർവാഴ ജെൽ പുരട്ടിയാൽ മതി. ഇവയെല്ലാം പ്രകൃതിയുടെ സമ്മാനങ്ങളാണ്. കെമിക്കൽ പീലിംഗ് ചെയ്ത് ചർമ്മത്തിന്റെ സ്വാഭാവിക പാളി നശിപ്പിക്കുന്നതിന് പകരം ഇവയുപയോഗിച്ചു നോക്കൂ. പ്രകൃതിക്ക് പാർശ്വഫലങ്ങളില്ല. അത് സാവധാനമേ പ്രവർത്തിക്കൂ. പക്ഷെ അത് നൽകുന്ന ഫലം സ്ഥായിയായിരിക്കും. മുഖം കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് മുടിയാണ്. മുടികൊഴിച്ചിൽ, താരൻ, നര, പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആയുർവേദത്തിൽ മുടി എന്നത് നമ്മുടെ അസ്ഥികളുടെ, ബോൺസിന്റെ ഉപധാതുവാണ്. അതായത് എല്ലിന് ബലമില്ലെങ്കിൽ മുടിക്ക് ബലമുണ്ടാകില്ല. അതുകൊണ്ട് മുടി വളരാൻ ഷാമ്പു മാറ്റിയതുകൊണ്ട് കാര്യമില്ല. ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം വേണം. ഡോക്ടർ അഗർവാൾ മുടിയെ സംരക്ഷിക്കാൻ പറയുന്ന എളുപ്പവഴി ശിരോ അഭ്യംഗമാണ്. നമ്മുടെ തലയോട്ടിയിൽ ചെറിയ സുഷിരങ്ങളുണ്ട്. ടെൻഷൻ വരുമ്പോൾ ഇവ ചുരുങ്ങുന്നു. മുടിക്ക് രക്തം കിട്ടാതെ വരുന്നു. അതാണ് മുടികൊഴിച്ചിലിന്റെ പ്രധാന കാരണം. ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇളം ചൂടുള്ള എണ്ണ തലയിൽ തേച്ച് വിരലുകൾ കൊണ്ട് പതുക്കെ മസാജ് ചെയ്യുക. ഇത് ടെൻഷൻ കുറയ്ക്കുമെന്ന് മാത്രമല്ല, മുടിയുടെ വേരുകൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. പിന്നെ നെല്ലിക്ക, ആംല. ഇതിനെ ധാത്രി എന്നാണ് വിളിക്കുന്നത്. ധാത്രി എന്നാൽ അമ്മ എന്നാണർത്ഥം. ഒരമ്മ കുട്ടിയെ നോക്കുന്നതുപോലെ നെല്ലിക്ക മുടിയെ സംരക്ഷിക്കും. ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുകയോ നെല്ലിക്കയിട്ട വെള്ളം കൊണ്ട് തല കഴുകുകയോ ചെയ്താൽ അകാലനര എന്നേക്കുമായി ഒഴിവാക്കാം. നിങ്ങളുടെ മുടി നിങ്ങളുടെ കിരീടമാണ്. അത് പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് അലങ്കരിക്കാതെ വേരുകൾക്ക് വെള്ളമൊഴിച്ച് വളർത്തുക. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വലിയ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ കല്യാണത്തിന്റെ തലേദിവസമോ ഒക്കെ കൃത്യമായി മുഖത്തൊരു വലിയ മുഖക്കുരു പ്രത്യക്ഷപ്പെടും? ഇത് യാദൃശ്ചികമല്ല. ഇതാണ് മനസ്സ് ശരീരത്തോട് സംസാരിക്കുന്ന ഭാഷ. ഡോക്ടർ മുകേഷ് അഗർവാൾ തന്റെ പുസ്തകത്തിൽ ഒരു അധ്യായം തന്നെ ഇതിനായി മാറ്റിവച്ചിട്ടുണ്ട്. സത്വവജയ ചികിത്സ, മാനസിക ചികിത്സ. നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോൺ ചർമ്മത്തിലെ എണ്ണമയം കൂട്ടുകയും അത് മുഖക്കുരുവായി മാറുകയും ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖത്തിന് ശാന്തമായിരിക്കാൻ കഴിയില്ല. ഒരു തടാകം സങ്കൽപ്പിക്കുക. വെള്ളം ശാന്തമാണെങ്കിൽ അതിൽ ചന്ദ്രബിംബം മനോഹരമായി തെളിയും. പക്ഷേ വെള്ളം ഇളകിക്കൊണ്ടിരുന്നാൽ പ്രതിബിംബം വികൃതമാകും. നിങ്ങളുടെ മനസ്സാണ് ആ തടാകം. നിങ്ങളുടെ സൗന്ദര്യമാണ് ആ പ്രതിബിംബം. മനസ്സ് തിളങ്ങി മറിഞ്ഞിരിക്കുമ്പോൾ എത്ര വിലകൂടിയ മേക്കപ്പിട്ടാലും ആ വികൃതമായ പ്രതിബിംബത്തെ നേരെയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സൗന്ദര്യത്തിനു വേണ്ടിയുള്ള ഏറ്റവും വലിയ മരുന്നെന്താണെന്നറിയാമോ? സമാധാനം. ദിവസവും 10 മിനിറ്റ് ധ്യാനിക്കുക. അല്ലെങ്കിൽ വെറുതെ ശ്വാസോച്ഛ്വാസം ശ്രദ്ധിക്കുക. പ്രാണായാമം. മനസ്സിലെ മാലിന്യങ്ങൾ പുറത്തു പോകുമ്പോൾ മുഖത്തെ കറുപ്പ് തനിയെ മാറും. വിശ്വസിക്കൂ, സന്തോഷമുള്ളൊരു മനസ്സ് നൽകുന്ന തിളക്കം, റേഡിയൻസ് ഒരു ഫേഷ്യലിനും നൽകാൻ കഴിയില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കണ്ണിന് താഴെ എന്തിനാണ് ഇത്ര കറുപ്പ്? ഉത്തരം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലുണ്ട്. രാത്രി 12 മണിവരെയും 1 മണിവരെയും നമ്മൾ ഉണർന്നിരിക്കുന്നു. ആയുർവേദം ഉറക്കത്തെ വിളിക്കുന്നത് ഭൂതധാത്രി, അതായത് ജീവജാലങ്ങളെ താങ്ങി നിർത്തുന്ന അമ്മ. രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണിവരെയുള്ള സമയമാണ് ചർമ്മം സ്വയം റിപ്പയർ ചെയ്യുന്ന സമയം, റിപ്പയർ മോഡ്. പകൽ മുഴുവൻ വെയിലേറ്റും പൊടിപിടിച്ചും കേടുപാടുകൾ സംഭവിച്ച കോശങ്ങളെ, സെൽസ്, ശരീരം നന്നാക്കുന്നത് ഈ സമയത്താണ്. നിങ്ങൾ ആ സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ആ റിപ്പയറിംഗ് നടക്കില്ല. പിറ്റേന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നത് ക്ഷീണിച്ച ചർമ്മവുമായാണ്. ഡോക്ടർ അഗർവാൾ പറയുന്നു, ബ്യൂട്ടി സ്ലീപ്പ് ഈസ് നോട്ട് എ മിത്ത്, ഇറ്റ് ഈസ് എ ബയോളജിക്കൽ നെസസിറ്റി. നിങ്ങൾക്ക് 5000 രൂപയുടെ നൈറ്റ് ക്രീം വേണോ, അതോ സൗജന്യമായി കിട്ടുന്ന 7 മണിക്കൂർ ഉറക്കം വേണോ?
ഉറക്കമെന്നത് വെറും വിശ്രമമല്ല, അതൊരു സൗന്ദര്യ ചികിത്സയാണ്. ഇന്നു മുതലൊരു തീരുമാനമെടുക്കൂ. രാത്രി 10:30 ഫോൺ മാറ്റിവയ്ക്കും, ലൈറ്റ് അണയ്ക്കും. ആ ഗാഠനിദ്ര, ഡീപ് സ്ലീപ്പ് നിങ്ങൾക്ക് നൽകുന്ന ഉന്മേഷം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണാം. എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് വയസ്സാകുക എന്നത്. മുഖത്ത് ആദ്യത്തെ ചുളിവ് കാണുമ്പോഴേക്കും നമ്മൾ ആകെ തകർന്നുപോകും. നമുക്ക് വയസ്സിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല, പക്ഷേ വയസ്സ് തോന്നിക്കുന്നത് തടയാൻ പറ്റും. ഇതിനെയാണ് ആയുർവേദത്തിൽ രസായന ചികിത്സ എന്ന് പറയുന്നത്. രസായനമെന്നാൽ എന്താണ്? ശരീരത്തിലെ ധാതുക്കളെ, ടിഷ്യൂസിനെ പുഷ്ടിപ്പെടുത്തുന്ന വിദ്യ. ഡോക്ടർ അഗർവാൾ ശുപാർശ ചെയ്യുന്ന ഏറ്റവും ലളിതമായ ആൻറ്റി ഏജിംഗ് മരുന്ന് എന്താണെന്നറിയാമോ? ചവനപ്രാശം. അതെ, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ലേഹ്യം തന്നെ. അതിലടങ്ങിയിരിക്കുന്ന നെല്ലിക്കയിൽ ഓറഞ്ചിനേക്കാൾ 20 മടങ്ങ് വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ സിയാണ് ചർമ്മത്തിലെ കൊളാജൻ ഉണ്ടാക്കുന്നത്. കൊളാജനാണ് ചർമ്മത്തിന് ഇലാസ്തികത നൽകുന്നത്. പിന്നെ മറ്റൊന്ന് നെയ്യ്. പലരും തടി കൂടുമെന്ന് പേടിച്ച് നെയ്യ് ഒഴിവാക്കും. പക്ഷേ ശുദ്ധമായ പശുവിൻ നെയ്യ് മിതമായ അളവിൽ കഴിക്കുന്നത് ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് ലൂബ്രിക്കേഷൻ നൽകും. വരണ്ട ചർമ്മമാണ് വേഗത്തിൽ ചുളിയുന്നത്. നെയ്യ് കഴിക്കുന്നവരുടെ ചർമ്മം എപ്പോഴും മൃദുലമായിരിക്കും. പ്രായം എന്നത് ഒരു സംഖ്യ മാത്രമാണ്. നിങ്ങളുടെ ആഹാരത്തിൽ ആൻറ്റി ഓക്സിഡന്റുകൾ, നിറമുള്ള പഴങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സ് ചെറുപ്പമായിരുന്നാൽ ശരീരവും അതനുസരിച്ചോളും. ഓർക്കുക, വജ്രം, ഡയമണ്ട് കാലപ്പഴക്കം ചെല്ലുന്തോറും മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാകണം. നമ്മൾ ഇത്രയും നേരം ചർമ്മത്തെക്കുറിച്ചും മുടിയെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും സംസാരിച്ചു. പക്ഷേ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന ഒന്നുകൂടിയുണ്ട്. അതാണ് പ്രഭ, ഓറ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലർക്ക് കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരൊരു മുറിയിലേക്ക് കടന്നുവരുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കും. അവരുടെ സാന്നിധ്യം അവിടെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കും. അതാണ് യഥാർത്ഥ സൗന്ദര്യം. അത് വരുന്നത് ആത്മവിശ്വാസത്തിൽ നിന്നാണ്, സെൽഫ് കോൺഫിഡൻസ്. ഡോക്ടർ മുകേഷ് അഗർവാൾ ഓർമ്മിപ്പിക്കുന്നു, യുവർ തോട്ട്സ് ഷേപ്പ് യുവർ ഫേസ്. നിങ്ങളെപ്പോഴും അസൂയയും ദേഷ്യവും പരാതിയുമായി നടന്നാൽ അത് നിങ്ങളുടെ മുഖത്ത് കടുപ്പമായി തെളിയും. നേരെമറിച്ച് നിങ്ങൾ സ്നേഹവും കാരുണ്യവും നന്ദിയുമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഒരു ദൈവീകമായ തിളക്കമുണ്ടാകും. സൗന്ദര്യമെന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, അത് നിങ്ങളെ തന്നെ ആഘോഷിക്കാനുള്ളതാണ്. സെലിബ്രേറ്റിംഗ് യുവർ സെൽഫ്. നിങ്ങളുടെ നിറം കറുപ്പോ വെളുപ്പോ ആകട്ടെ, നിങ്ങൾ പൊക്കമുള്ളവരോ കുറഞ്ഞവരോ ആകട്ടെ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ണാടിയിൽ നോക്കി ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറയാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അത് ശീലിക്കുക. ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് വിഷയമല്ല, നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. രാവിലെ മോർണിംഗ് റിച്വൽ. 5:30 എഴുന്നേൽക്കുക. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം, 5 മിനിറ്റ് ശ്വാസോച്ഛ്വാസം, മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുക. ഭക്ഷണം, ഡയറ്റ്: പിസ്സ, ബർഗർ, കോള, ചിപ്സ് 0. പച്ചക്കറി, പഴം, നെയ്യ് ഡെയിലി. 3 ലിറ്റർ വെള്ളം കുടിക്കുക. ചർമ്മം, സ്കിൻ കെയർ. രാത്രി മഞ്ഞൾ പ്ലസ് പച്ചപ്പാൽ പേസ്റ്റ് 10 മിനിറ്റ്സ്. ആഴ്ചയിൽ 2 തവണ അഭ്യംഗം, ഓയിൽ മസാജ്. രാത്രി 10:30 മുതൽ ഫോൺ ഓഫ് ചെയ്യുക. മനസ്സ്, മൈൻഡ്. 10 മിനിറ്റ് ധ്യാനം അല്ലെങ്കിൽ നന്ദി പറയുക. ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് 21 തവണ മിററിൽ പറയുക. ഈ 7 ദിവസം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കൂ. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. കാരണം നിങ്ങൾ പുറത്തു പുരട്ടിയതല്ല, ഉള്ളിൽ നിന്ന് തിളങ്ങാൻ തുടങ്ങിയതാണ്. 5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ അറിഞ്ഞ ഒരു സത്യമുണ്ട്: നിന്റെ ഭക്ഷണം മരുന്നായിരിക്കണം, നിന്റെ മരുന്നും ഭക്ഷണമായിരിക്കണം. ഇന്ന് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു വാങ്ങുന്ന കെമിക്കൽ ക്രീമുകൾക്ക് പകരം നിങ്ങളുടെ അടുക്കളയിലെ മഞ്ഞൾ, നിങ്ങളുടെ കൈകളിലെ സ്നേഹം, നിങ്ങളുടെ മനസ്സിലെ സമാധാനം ഇതൊക്കെ ഉപയോഗിക്കൂ. നിങ്ങളുടെ സൗന്ദര്യം ഒരു സമ്പത്തല്ല, അതൊരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റി. നിങ്ങളത് പരിപാലിക്കേണ്ടത് പ്രകൃതിയോട് സ്നേഹമുള്ള ഒരു രീതിയിലാണ്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ മുകേഷ് അഗർവാളിന്റെ ആയുർവേദിക് കോസ്മെറ്റോളജി എന്ന പുസ്തകം വായിക്കാൻ മറക്കരുത്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ള അറിവ് ലഭിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ലൈക്ക് അമർത്തുക, ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കാണിക്കാൻ; ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ സമ്മാനം നൽകാൻ; സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആയുർവേദ രഹസ്യങ്ങൾക്കായി. കമന്റിൽ പറയുക, 7 ദിവസത്തെ ചാലഞ്ച് തുടങ്ങി എന്ന്. നിങ്ങളുടെ 7 ദിവസത്തെ യാത്രയിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. 7 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ്, കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്.
അത് മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായിരിക്കും. നിങ്ങളൊരു അത്ഭുതമാണ്. നിങ്ങളുടെ സൗന്ദര്യം ആഘോഷിക്കുക. നന്ദി, നമസ്കാരം.